ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാറ്റഗറി പേയ്മെന്റ് ആണ് റെന്റ് പേയ്മെന്റ്. നമുക്ക് ഹോം റെന്റ് പേ ചെയ്യാം, ഓഫീസ് റെന്റ് പേ ചെയ്യാം, പിന്നെ മെയിൻ്റനൻസ് ഫീസ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കും, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനായിട്ടൊക്കെ നമുക്ക് പല പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്. നമുക്ക് ഈവൻ ഫോൺ പേയിൽ ഈ ഒരു ഫീച്ചർ ഉണ്ട്, പിന്നെ ക്രെഡിലുണ്ട്, പിന്നെ ചെക്ക് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും, പിന്നെ housing.com, പിന്നെ റെഡ് ജിറാഫ്, പിന്നെ നോ ബ്രോക്കർ, അങ്ങനെ കുറേ അധികം പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള ഫീസുകൾ ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഏത് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു കൺവീനിയൻസ് ഫീസ് വരുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ ഉപയോഗിക്കുന്ന കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്ക് ഏതാണ് ആ ഒരു ബാങ്കും ഇപ്പോൾ റെന്റ് പേയ്മെന്റിന് ഒരു ചാർജ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ചാർജുകൾ വരുന്നുണ്ട്. ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 3% മുതൽ 4% വരെ മൊത്തത്തിൽ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും അഡീഷണൽ ആയിട്ട് പോകുന്നുണ്ട്. സോ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഈടാക്കുന്ന പ്രോസസ്സിംഗ് ചാർജ് പ്ലസ് നമ്മളുടെ കാർഡ് ഈടാക്കുന്ന ആ ഒരു പ്രോസസ്സിംഗ് ചാർജ്, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നൽകേണ്ടി വരുന്ന ചാർജിനേക്കാൾ കൂടുതൽ നമുക്കൊരു ബെനിഫിറ്റ്സ് ആ ഒരു കാർഡിൽ നിന്നും റിവാർഡ് പോയിന്റ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ആയിട്ടോ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായി എന്ന് പറയാനായിട്ട് സാധിക്കൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള റെന്റ് പേയ്മെന്റിനെ പറ്റി കൂടുതലായിട്ട് നോക്കാം. അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇങ്ങനെ പേ ചെയ്യുമ്പോൾ പല പ്ലാറ്റ്ഫോമിലും വരുന്ന പ്രോസസ്സിംഗ് ഫീസ്, പിന്നെ ബാങ്ക് ഈടാക്കുന്ന പ്രോസസ്സിംഗ് ഫീസ് എത്രയാണ്, പിന്നെ ഒരു 10,000 രൂപ ഇങ്ങനെ റെന്റ് പേയ്മെന്റ് വഴി നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ഓരോ പ്ലാറ്റ്ഫോമിലും വരുന്ന നിലവിലെ പ്രോസസ്സിംഗ് ഫീസ് എത്രയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു കാര്യം ആദ്യം തന്നെ പറയാനുള്ളത്, ഇത് ആക്ച്വൽ ആയിട്ടുള്ള റെന്റ് പേയ്മെന്റിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫീസിന്റെ റെന്റ് കൊടുക്കണം അല്ലെങ്കിൽ വീട്ടു വാടക കൊടുക്കണം, അതിന്റെ റെന്റ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ക്രെഡിറ്റ് കാർഡിലെ പണം അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗത്തെ പറ്റിയല്ല പറയുന്നത്. കൂടുതൽ ആളുകളും ഈ ഒരു റെന്റ് പേയ്മെന്റ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു റോങ് ആയിട്ടുള്ള രീതിയിലാണ്. ക്രെഡിറ്റ് കാർഡിലെ പണം അക്കൗണ്ടിലേക്ക് വലിക്കാനായിട്ടാണ്. അത് തീർച്ചയായിട്ടും റോങ് ആയിട്ടുള്ള ഒരു സമീപനമാണ്. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വരും. ഈവൻ ഇൻകം ടാക്സ് നോട്ടീസ് വരെ ലഭിച്ചേക്കാം. പലർക്കും ഇങ്ങനെ നോട്ടീസ് ലഭിച്ചു എന്ന് നമ്മൾ പല ഫോറത്തിലും കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്യുന്ന സമയത്ത് ചില പ്ലാറ്റ്ഫോംസിലേക്ക് 50,000 രൂപയ്ക്ക് മുകളിൽ വന്നാൽ മാത്രമേ പാൻ ഡീറ്റെയിൽസ് ചോദിക്കൂ. എന്നാൽ ഇപ്പോൾ ഫോൺ പേയിലേക്ക് ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി പാൻ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുള്ളൂ. സോ നമ്മളിങ്ങനെ റെന്റ് പേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്കാണോ അയക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പാനിൻ്റെ അണ്ടറിലത് റെന്റൽ ഇൻകം ആയിട്ട് IT ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. സോ ഇങ്ങനെ ഒരു കേസിൽ ആ ഒരു വ്യക്തി IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത് റെന്റൽ ഇൻകം ആയിട്ട് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മിസ്മാച്ച് ഉണ്ടാകുകയും അത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യപ്പെട്ടേക്കാം. ഇല്ല, ഇനിയിപ്പോൾ IT റിട്ടേൺ ഫയൽ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടി ഭാവിയിൽ അവർക്ക് ഇങ്ങനെ റെന്റൽ ഇൻകം കൂടുതലായിട്ട് വന്നു അതിനെപ്പറ്റി ചോദ്യം ചെയ്തുകൊണ്ട് IT ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നോട്ടീസ് വരാനുള്ള സാധ്യതയുമുണ്ട്. സോ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ക്യാഷ് ആക്കി മാറ്റാനായിട്ട് ഈ ഒരു റെന്റ് പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും റോങ് ആണ്. അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. ആദ്യം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്യുന്നതിന്റെ ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും നോക്കാം. ആദ്യം ഗുണങ്ങൾ നോക്കാം. ഗുണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ്, ഇങ്ങനെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്യുമ്പോൾ നമുക്ക് പല പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഓഫേഴ്സ് ഒക്കെ കിട്ടാറുണ്ട്, ക്യാഷ് ബാക്ക് ഓഫറൊക്കെ കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ പല കാർഡിലും നമുക്ക് റിവാർഡ് പോയിന്റ് ഒക്കെ കിട്ടാറുണ്ട്. മുൻപ് നമുക്ക് ഒട്ടുമിക്ക കാർഡിലും റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ പല ബാങ്കുകളും റെന്റ് പേയ്മെന്റിന്റെ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് ഒക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഈ രീതിയിൽ അത് സ്പാം ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ, അതായത് ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് ക്യാഷ് ആക്കി മാറ്റാനായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് ഈ രീതിയിൽ റെന്റ് പേയ്മെന്റിന്റെ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് ഒക്കെ എടുത്ത് കളഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ ഏപ്രിൽ മാസം തൊട്ട് SBI കാർഡിലും കംപ്ലീറ്റ് ആയിട്ട് റെന്റ് പേയ്മെന്റിന്റെ റിവാർഡ് പോയിന്റ് ഒക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും പല ബാങ്കിന്റെയും കാർഡിലൊക്കെ ഇപ്പോഴും നിലവിൽ നമുക്ക് റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് ഒക്കെ റെന്റ് പേയ്മെന്റിനുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റിവാർഡ് പോയിന്റ് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടുന്നത് ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ പറയുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടും. നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലിംഗ് സൈക്കിൾ അനുസരിച്ച് നമുക്ക് അത് തിരിച്ചടക്കാനുള്ള ഒരു സാവകാശം ലഭിക്കും. സോ നമ്മളുടെ ഇപ്പോൾ സാലറി വരുന്ന ഡേറ്റും അതുപോലെ തന്നെ റെന്റ് കൊടുക്കേണ്ട ഡേറ്റും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫണ്ടില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നും പേ ചെയ്യാം. പിന്നീട് സാലറി വരുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചാൽ മതിയാകും. സോ നമുക്ക് അവിടെ ഒരു സാവകാശം ലഭിക്കും. അതും ആദ്യം പറഞ്ഞ രീതിയിൽ ഓരോരുത്തരുടെയും ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലിംഗ് സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ്, നമുക്ക് ഡ്യൂ വരുത്താതെ എല്ലാ മാസവും കൃത്യമായിട്ട് നമുക്ക് റെന്റ് അടക്കാനായിട്ട് സാധിക്കും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഉപയോഗിക്കുന്ന തുക റീപേ ചെയ്യാനായിട്ട് പറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മാസം അത് ഡ്യൂ ആവുകയും നമുക്ക് പിന്നീട് അടക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും വരുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് റെന്റ് പേ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ്, നമ്മുടെ കാർഡിൽ പലതരത്തിലുള്ള മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ഉണ്ടാകും. ഇപ്പോൾ ഇത്ര രൂപ ഒരു വർഷത്തിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര റിവാർഡ് പോയിന്റ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള മൈൽ സ്റ്റോൺ ബെനിഫിറ്റുകൾ ഉണ്ടാകും. സോ അത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള റെന്റ് പേയ്മെന്റ് മെത്തേഡുകൾ നമ്മളെ സഹായിക്കും. കാരണം നമ്മൾ എന്തായാലും റെന്റ് പേ ചെയ്യുന്നത് അത്യാവശ്യം ഒരു വലിയ എമൗണ്ട് ഒക്കെ ആയിരിക്കും. സോ എല്ലാ മാസവും ഈ ഒരു റെന്റ് പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള ഇയർലി മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. ഇതൊക്കെയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ. ഇനി ദോഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു പോരായ്മ ആണ്
ഇങ്ങനെ നമുക്ക് വരുന്ന കൺവീനിയൻസ് ഫീസും അതുപോലെ തന്നെ നമ്മൾ നൽകേണ്ടി വരുന്ന പ്രോസസ്സിംഗ് ചാർജൊക്കെ. അപ്പോൾ ഈ 2 ചാർജുകൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് ആ ഒരു കാർഡിൽ നിന്നും, നമ്മൾ ഉപയോഗിക്കുന്ന കാർഡിൽ നിന്നും റിവാർഡ് പോയിന്റ് ബെനിഫിറ്റോ ഇല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിന്നും ക്യാഷ് ബാക്ക് ബെനിഫിറ്റോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ ഒരു എമൗണ്ട് നൽകേണ്ടി വരികയാണ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ ഇത് ഒരു ലോസ് ആണ് ഉണ്ടാക്കി തരുന്നത്. നമ്മുടെ കയ്യിൽ നിന്നും അല്ലാതെ നമ്മൾ ക്യാഷ് ആയിട്ടോ ഇല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ചോ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കറക്റ്റ് റെന്റ് എമൗണ്ട് നൽകിയാൽ മതിയാകും. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അഡീഷണൽ ചാർജ് നമ്മൾ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്യുമ്പോൾ വരുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് ഒക്കെ കുറവാണെങ്കിൽ ഇത് നമ്മുടെ യൂട്ടിലൈസേഷൻ റേഷ്യോ കൂട്ടുകയും ഇതിലൂടെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഡൗൺ ആവുകയും ചെയ്യും. പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നം, നമ്മളിങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്തു, നമുക്കത് തിരിച്ചടക്കാൻ സാധിക്കണം. തിരിച്ചടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉയർന്ന പലിശയും മറ്റു ഫൈനാൻസ് ചാർജുകളൊക്കെ നൽകേണ്ടതായിട്ട് വരും. സോ നമ്മൾ ഒരു ഡെറ്റ് ട്രാപ്പിൽ പോയി പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്യുമ്പോൾ വരുന്ന ചാർജുകൾ നോക്കാം. ഒന്നാമത്തേത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ ഒരു കൺവീനിയൻസ് ഫീസ് വരുന്നുണ്ട്. ഇത് ഡിപ്പെൻസ് ആണ്. ഇതിപ്പോൾ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്, ഇതുപോലെ തന്നെ നമ്മളുടെ കാർഡ് നെറ്റ്വർക്ക് ഏതാണ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഫോൺ പേയിലെ ചാർജിനേക്കാൾ കൂടുതലായിരിക്കാം ചിലപ്പോൾ മറ്റു പ്ലാറ്റ്ഫോമിലെ ചാർജ്. അതുപോലെ തന്നെ ഇപ്പോൾ വിസ നെറ്റ്വർക്കിലുള്ള കാർഡിനേക്കാൾ കൂടുതലാണ് അമെക്സ് നെറ്റ്വർക്കിലുള്ള കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്യുമ്പോൾ വരുന്ന കൺവീനിയൻസ് ഫീസ്. അപ്പോൾ ഇങ്ങനെ വ്യത്യാസങ്ങൾ വരാം. അതുപോലെ തന്നെ പല സമയത്തും പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഡിസ്കൗണ്ട് പല പ്ലാറ്റ്ഫോമുകളും നൽകാറുണ്ട് ഇങ്ങനെ അവർ ഈടാക്കുന്ന കൺവീനിയൻസ് ഫീസിൽ. സോ അത് വ്യത്യാസം വരും. നമുക്ക് സ്ഥിരമായിട്ട് ഇത്ര % ആണ് ഈടാക്കുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ഓരോ പ്ലാറ്റ്ഫോമിൽ നോക്കി ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് എന്തായാലും ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന നിലവിലെ കൺവീനിയൻസ് ഫീസ് ഒന്ന് ചെക്ക് ചെയ്യാം. ക്രെഡിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിൽ റെന്റ് പേയ്മെന്റിന്റെ കൺവീനിയൻസ് ഫീസ് വരുന്നത് ഏകദേശം ഒരു 1% മുതൽ 1.5% വരെയാണ്. പിന്നെ റെഡ് ജിറാഫിലാണെങ്കിൽ 0.39% ആണ്. പിന്നെ Housing.com-ലാണെങ്കിൽ ഒരു 1.5%, നോ ബ്രോക്കർ ആണെങ്കിൽ ഒരു 1%, പിന്നെ ഫ്രീ ചാർജിലാണെങ്കിൽ ഒരു 0.9% എന്നിങ്ങനെയാണ് വരുന്ന ആ ഒരു കൺവീനിയൻസ് ഫീസ്. ഇനി ബാങ്ക് ബേസ് നോക്കിക്കഴിഞ്ഞാലും ആക്സിസ് ബാങ്ക് ആണെങ്കിൽ 1% പ്ലസ് GST ആണ് പ്രോസസ്സിംഗ് ചാർജ് ഈടാക്കുന്നത്. പിന്നെ HDFC ബാങ്ക് ആണെങ്കിൽ ഒരു മാസത്തിൽ നടത്തുന്ന രണ്ടാമത്തെ റെന്റ് ട്രാൻസാക്ഷൻ മുതൽ 1% പ്ലസ് GST റെന്റ് പേയ്മെന്റിന് പ്രോസസ്സിംഗ് ചാർജ് ആയിട്ട് ഈടാക്കുന്നുണ്ട്. പിന്നെ SBI ആണെങ്കിൽ 199 രൂപ പ്ലസ് GST ആണ് പെർ റെന്റ് ട്രാൻസാക്ഷൻ ഈടാക്കുന്ന പ്രോസസ്സിംഗ് ചാർജ്. ICICI ബാങ്ക് ആണെങ്കിൽ 1% പ്ലസ് GST. ബാങ്ക് ഓഫ് ബറോഡ ആണെങ്കിൽ 1% പ്ലസ് GST. കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആണെങ്കിൽ 1% പ്ലസ് GST ആണ്. പിന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ വൈറ്റ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ 2% പ്ലസ് GST ഈടാക്കുന്നുണ്ട്. പിന്നെ AU ബാങ്ക് ആണെങ്കിൽ ഈടാക്കുന്ന പ്രോസസ്സിംഗ് ഫീസ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഫ്രീ ആണ് ഒരു മാസത്തെ. പിന്നെ സെക്കൻഡ് ട്രാൻസാക്ഷൻ തൊട്ട് 1% പ്ലസ് ടാക്സ് ഈടാക്കും. പിന്നെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ആണെങ്കിൽ 1% പ്ലസ് GST. പിന്നെ HSBC ബാങ്ക് ആണെങ്കിൽ 1% പ്ലസ് GST. RBL ബാങ്ക് ആണെങ്കിൽ 1% പ്ലസ് GST. പിന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് ഒക്കെ ആണെങ്കിലും 1% പ്ലസ് GST ആണ് റെന്റ് പേയ്മെന്റ് ഈടാക്കുന്ന പ്രോസസ്സിംഗ് ചാർജ്. പിന്നെ യെസ് ബാങ്ക് ആണെങ്കിൽ 0.75% പ്ലസ് GST ആണ് ഈടാക്കുന്ന പ്രോസസ്സിംഗ് ചാർജ്. അപ്പോൾ ഇങ്ങനെയാണ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് റെന്റ് പേയ്മെന്റിന് ഈടാക്കുന്ന ഒരു പ്രോസസ്സിംഗ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള ചാർജുകളാണ് പ്രധാനമായിട്ടും റെന്റ് പേയ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ നൽകേണ്ടതായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഒരു 10,000 രൂപ പ്രധാനപ്പെട്ട പോപ്പുലർ പ്ലാറ്റ്ഫോംസ് വഴി നമ്മൾ റെന്റ് പേ ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ ഈടാക്കുന്ന പ്രോസസ്സിംഗ് ചാർജ് എത്രയാണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് സ്ഥിരമായിട്ട് പറയാനായിട്ട് പറ്റില്ല. പല പ്ലാറ്റ്ഫോമിലും മിക്ക മാസങ്ങളിലും ഡിസ്കൗണ്ട് ഒക്കെ അവർ നൽകാറുണ്ട്. സോ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ഓരോ പ്ലാറ്റ്ഫോമിലും പോയിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓരോ പ്ലാറ്റ്ഫോമിലെയും പ്രോസസ്സിംഗ് ചാർജ് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വിസ നെറ്റ്വർക്കിലുള്ള കാർഡാണ്. ഫോൺ പേ നോക്കിക്കഴിഞ്ഞാൽ ഫോൺ പേയിൽ ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി പാൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. 10,000 രൂപ നമ്മൾ റെന്റ് പേ ചെയ്യുമ്പോൾ ഈടാക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 200 രൂപയാണ്. 200 രൂപ കൺവീനിയൻസ് ഫീസ് ആയിട്ട് വരുന്നുണ്ട്. അടുത്തത് ക്രെഡ് ആണ്. ക്രെഡിൽ 10,000 രൂപ റെന്റ് പേ ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിലെ കൺവീനിയൻസ് ഫീസ് വരുന്നത് 235 രൂപ പ്ലസ് GST ആണ്. പിന്നെ വരുന്നത് മൊബിക്വിക്ക് ആണ്. മൊബിക്വിക്കിൽ നമ്മൾ 10,000 രൂപ റെന്റ് പേ ചെയ്യുമ്പോൾ വരുന്ന കൺവീനിയൻസ് ഫീസ് 236 രൂപയാണ്. പക്ഷേ ഇപ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ട്. 176 രൂപ നൽകിയാൽ മതിയാകും. ചെക്ക് നോക്കിക്കഴിഞ്ഞാൽ 166 രൂപയാണ് 10,000 രൂപ റെന്റ് പേ ചെയ്യുമ്പോൾ വരുന്ന കൺവീനിയൻസ് ഫീസ്. ഇനി മറ്റൊരു പ്ലാറ്റ്ഫോമാണ് Housing.com. Housing.com നോ ബ്രോക്കർ ഒക്കെ പോലുള്ള ഒരു ബ്രോക്കിംഗ് സർവീസ് ആണ് നൽകുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. Housing.comന് ഡെഡിക്കേറ്റഡ് മൊബൈൽ ആപ്പൊക്കെ ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇത് ആക്ച്വലി ഒരു പ്രോപ്പർട്ടി മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് വന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള റെന്റ് പേയ്മെന്റ്. ഇപ്പോൾ റെന്റ് പേ ചെയ്യാനായിട്ട് നമുക്ക് താഴത്തായിട്ട് പേ ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹൗസ് റെന്റ്, അതുപോലെ തന്നെ ഓഫീസ് റെന്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അങ്ങനെ
കുറേ അധികം ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് താഴത്ത് നമുക്ക് ബാനറായിട്ട് കാണാം. നമ്മളിത് പേ ചെയ്യുന്ന മുമ്പ് ആദ്യം ഇതിനകത്ത് അക്കൗണ്ടിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ട്രാൻസാക്ഷനൊക്കെ അക്കൗണ്ടിൽ സേവ് ആകുകയുള്ളൂ. അതിനായിട്ട് ഇപ്പോൾ പെയ്ഡ് ബിഫോർ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്കതിലേക്ക് ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ റെൻറ്റ് പേ ചെയ്യാനായിട്ട് ഹൗസ് റെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എൻ്റർ ചെയ്യുക. മിനിമം 3000 രൂപയെങ്കിലും വേണം. ദെൻ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നെങ്കിൽ നമുക്ക് UPI ID കൊടുക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ UPI ID കൊടുക്കുകയാണ്. ദെൻ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റർ ചെയ്യേണ്ടത് ആരാണോ അയക്കുന്നത് ആളുടെ പേരാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ പേര് എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി എൻ്റർ ചെയ്യുകയാണ്. അതിന് താഴെ നമുക്കൊരു ഇൻവൈറ്റ് കോഡ് ചോദിക്കുന്നുണ്ട്. എൻ്റെ കോഡ് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്യാം. GP83 എന്നാണ് എൻ്റെ റെഫറൽ കോഡ് വരുന്നത്. ഈ ഒരു ഇൻവൈറ്റ് കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഡിസ്കൗണ്ട് ലഭിക്കും. ഇപ്പോൾ 10,000 രൂപ പേ ചെയ്യുമ്പോൾ 69 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. നോക്കിക്കഴിഞ്ഞാൽ ഇൻവൈറ്റ് കോഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഡിസ്കൗണ്ട് അപ്ലൈ ആയിട്ടുണ്ട്, 69 രൂപ. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി വരുന്നുണ്ട്. താല്പര്യം ഉള്ളവർക്ക് എൻ്റർ ചെയ്യാം. ദെൻ പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ വരുന്ന വിൻഡോയിൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് ആണ് നൽകേണ്ടത്. അത് എൻ്റർ ചെയ്തപ്പോൾ അവിടെ കൺവീനിയൻസ് ഫീസ് അവിടെ വരും. 138 രൂപയാണ് കൺവീനിയൻസ് ഫീസ് വരുന്നത് ഇപ്പോൾ 10,000 രൂപയ്ക്ക്. അപ്പോൾ നമുക്കൊരു 69 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്, ഇൻവൈറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ അതും കഴിച്ചിട്ട് ബാക്കി പോയിട്ട് 10,069 രൂപയാണ് നമ്മൾ ടോട്ടൽ പേ ചെയ്യേണ്ടത് ഈ ഒരു 10,000 രൂപ അയക്കാനായിട്ട്. സോ കാർഡ് ഇൻഫർമേഷൻസ് ഒക്കെ എൻ്റർ ചെയ്ത് ടോട്ടൽ പേ എന്ന് പറഞ്ഞ താഴത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ ഹൗസിംഗ് ട്രാൻസ്ഫർ ടു ബെനിഫിഷ്യറി അറ്റ് 10 PM ടുഡേ. ഇന്ന് 10:10 അത് ആർക്കാണോ അയച്ചത് ആ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമെന്നാണ് സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ വീഡിയോ ചെയ്ത സമയത്ത് ടെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും കുറവ് കൺവീനിയൻസ് ഫീസ് വരുന്നത് ഈ ഒരു housing.com എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ പേഴ്സണലി ഒരു റെൻറ്റ് പേ ഒന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്പീരിയൻസ് പറയാനായിട്ടും പറ്റില്ല. നിങ്ങളിൽ ആരെങ്കിലും housing.com എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും അവിടെ ഒരു റിസ്ക് വരുന്നുണ്ടെന്ന് ഓർക്കുക. ചിലപ്പോഴൊക്കെ നമ്മുടെ ട്രാൻസാക്ഷൻ ഏറിലായെന്ന് വരാം. നമ്മൾ പിന്നീട് അവരുടെ കസ്റ്റമർ കെയറിലൊക്കെ കോൺടാക്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നേക്കാം. അതൊക്കെ എല്ലാ പ്ലാറ്റ്ഫോമിലും സർവ്വസാധാരണമാണ്, അതുകൂടി ഓർക്കുക. സോ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഉപയോഗിക്കുക. ഇത് ജസ്റ്റ് ഇൻഫർമേഷണൽ പർപ്പസിനായിട്ട് ചെയ്തൊരു വീഡിയോ മാത്രമല്ല, അല്ലാതെ ഒരു പ്ലാറ്റ്ഫോമും ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി